അസ്സലാമു അലൈക്കും. അമേരിക്കയുടെ അഫ്ഗാൻ അധിനിവേശത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. രണ്ടാം വിയറ്റ്നാം എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ അമേരിക്കയുടെ ഒരു പരാജയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇതിൻ്റെ വസ്തുതകളിലേക്ക് കയറുന്നതിന് മുമ്പ് അമേരിക്ക എന്തിനാണ് അഫ്ഗാനെ അധിനിവേശം നടത്തിയത് എന്നും കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം അമേരിക്കയുടെ തന്നെ മുൻകാല ഭരണകൂടങ്ങൾ വിവിധ രാഷ്ട്രങ്ങളിൽ അധിനിവേശം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴൊക്കെയും അവർ ഏതെങ്കിലും ഒരു ഐഡിയോളജിക്കൽ ബാക്കപ്പ് അതിനുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുമ്പ് കോൾഡ് വാറിൻ്റെ പശ്ചാത്തലത്തിൽ അത് USSRനോട്, റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും അതൊരു കമ്മ്യൂണിസ്റ്റ് ചേരി എന്ന അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുകയും അവരെ പരാജയപ്പെടുത്തുക, അത് നയതന്ത്രപരമാവട്ടെ, രാഷ്ട്രീയപരമാവട്ടെ, സായുധപരമാവട്ടെ, ഏതെങ്കിലും ഒരു രീതിയിൽ പരാജയപ്പെടുത്തുക എന്ന രീതിയിൽ അമേരിക്ക പണ്ട് പോലെ സ്വീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ മധ്യേഷ്യൻ, വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രീയത്തിലും അവരവിടെ ചെയ്തിരുന്നത് കണ്ടെയ്ൻമെൻറ്റ് പോളിസിയായിരുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ ഇറാനിനെതിരെ ഇറാൻ റെവല്യൂഷൻ ഉണ്ടാവുകയും അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ സമീപനം അവിടെ ശക്തമായി സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി ഇറാനെതിരെ ഇറാഖിനെ ഉണ്ടാക്കുകയും ഒരു കണ്ടെയ്ൻമെൻറ്റ് പോളിസി അവർ എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതേ ഇറാഖ് തന്നെ പ്രശ്നമായി വന്നപ്പോൾ അവർക്ക് കിട്ടിയ മറ്റൊരു പവറാണ് സൗദി അറേബ്യ. ഇപ്പോൾ ആ സൗദി അറേബ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്ക വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെ പല വിഷയങ്ങളും ഡീല് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രത്തെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന, അതല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് ഒരുക്കുന്ന സംവിധാനം അമേരിക്ക മുമ്പേ സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യം റെഡായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി എങ്കിൽ പിന്നീട് ഗ്രീൻ ബെൽറ്റ് ആയി അവരുടെ വെല്ലുവിളി എന്നുള്ളതാണ് ഈ 2000-ങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ഒരു ചരിത്രം തന്നെ കാണിക്കുന്നത്. ഉദാഹരണം, ഫ്രാൻസിസ് ഫുക്കുയാമയുടെ എൻഡ് ഓഫ് ദ ഹിസ്റ്ററി എന്നുള്ള രചന തന്നെ, അതായത് ഹിസ്റ്ററി അവസാനിച്ചിരിക്കുന്നു, ഇനി അമേരിക്കൻ മേധാവിത്വമാണ് എന്ന് പറയുന്ന രചനയും 900-ങ്ങൾക്ക് ശേഷം, 1990-കൾക്ക് ശേഷം സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്നുള്ള രചനയിൽ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി മുഴുവൻ ഒരു വെസ്റ്റേൺ ഈസ്റ്റേൺ വെസ്റ്റേൺ കൾച്ചറുകളുടെ സിവിലൈസേഷൻ്റെ സംഘടനവും അതിലവസാനം ഇസ്ലാമും വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ സംഘടന ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഫോറിൻ പോളിസി തിയറി സാമുവൽ പി ഹണ്ടിങ്ടൺ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഫോറിൻ പോളിസി പോലും ഈ ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കിലൂടെയാണ് വളർന്നു വരികയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 1900-ങ്ങളിൽ തന്നെ 1999-ൽ താലിബാൻ്റെ വളർച്ചയും, അതായത് USSRനെ പരാജയപ്പെടുത്താൻ വേണ്ടി അമേരിക്ക തന്നെ സപ്പോർട്ടും ആയുധപരമായും നയതന്ത്രപരമായും സഹായിച്ച വിഭാഗത്തിൻ്റെ അവരുടെ ദൗർബല്യവും അല്ലെങ്കിൽ ആഭ്യന്തര ചിത്രതയും കാരണം ഉയർന്നു വന്ന താലിബാനെ പിന്നീട് പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗവും കൂടിയാണ് 2000-ങ്ങളിലുള്ള അവരുടെ നീക്കങ്ങൾ. അങ്ങനെ 2001-ലുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പതനവും നിരപരാധികളായ 3000-ലധികം ആൾക്കാരുടെ മരണവും അല്ലെങ്കിൽ കൊലപാതകവും ഇതെല്ലാം അത് മറ്റൊരു വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 2001-ൽ ശേഷം താലിബാൻ യുസാമയ്ക്കും അതുപോലെ തന്നെ അൽ ഖൈദ ആൾക്കാർക്കുമൊക്കെ അവർക്ക് അവരെ സ്വീകരിച്ചിരിക്കുന്നു, അവരെ വിട്ടുതരണമെന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ട് ബുഷ് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ആ ഒരു തയ്യാറെടുക്കുന്ന പശ്ചാത്തലവും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ് അമേരിക്കയുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമായും കൂടി സ്വീകരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നു. അപ്പോൾ ചുറ്റുപാടുമുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ, അതിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അറബ് രാഷ്ട്രങ്ങളിൽ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ് നടപ്പിലാക്കുക എന്നുള്ള ആശയത്തോടു കൂടി ഫോറിൻ പോളിസി പോലും മാറ്റി എഴുതുന്ന ഒരു ഷിഫ്റ്റ് വരുത്തുന്ന കാലഘട്ടം കൂടിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് 9/11 സംഭവിക്കുന്നത്. 9/11 ഏകദേശം 15ഓളം ഹൈജാക്ക് ചെയ്ത വിമാനത്തിലുണ്ടായിരുന്ന 15ഓളം തീവ്രവാദികളെന്ന് വിളിക്കപ്പെടുന്നവർ അത് സൗദി സിറ്റിസൺസ് ആയിരുന്നു. എന്നാൽ സൗദിയോടും ഒരു കാരണവും ഒരു എക്സ്പ്ലനേഷനും ചോദിക്കാതെ തന്നെയാണ് നേരെ പിന്നീട് അഫ്ഗാൻ്റെ വിഷയത്തിലേക്ക് കടന്നു പോകുന്നത്. കാരണം സൗദി ഓൾറെഡി മൊണാർക്കിയാണ്. ആ മൊണാർക്കി അമേരിക്കയുടെ
താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന രാജവംശവും കൂടിയാണ് എന്നതുകൊണ്ട് സൗദിയെ കൂടുതൽ ചോദിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലും കൂടി എത്തി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വാർ ഓൺ ടെറർ എന്നുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ആ ഹൈജാക്ക് ചെയ്തവർ സൗദി സിറ്റിസൺസ് ആയിരിക്കെ അവരിലേക്ക് ചോദ്യം ചെയ്യാതെ വരികയും അതിൻ്റെ ലീഡർഷിപ്പ് ഉസാമ ബിൻ ലാദനാണ്, അദ്ദേഹം അവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് അറ്റാക്ക് നടത്തുകയും ചെയ്യുന്നൊരു സമീപനമാണ് ഈ 9/11 സംഭവിക്കുന്നത് പോലും. അതിൻ്റേതായ ഒരുപാട് കോൺസ്പിറസി തിയറികളുണ്ട്, ചർച്ചകളുണ്ട്, അതൊക്കെ വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് അമേരിക്ക ഈ ഒരു സാഹചര്യം അവരുടെ ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ നിന്ന് ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടു പോകുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതേ സാഹചര്യത്തിലാണ് വാർ ഓൺ ടെറർ ബുഷ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ആ വാർ ഓൺ ടെററിൻ്റെ ഭാഗവും ഡെമോക്രറ്റൈസേഷനും ഒരുമിച്ച് പോവുകയാണ്. അതായത് അവർ പറയുന്നത് ഇനി ലോകത്ത് ചുറ്റുപാടുമുള്ള, അതായത് മുസ്ലിം ലോകമാണ് അവിടെ വില്ലനായി വരുന്നത്. അവിടെയുള്ള ബാർബറിക് സൊസൈറ്റിയെ, അൺസിവിലൈസ്ഡ് ആയ സൊസൈറ്റിയെ പരിഷ്കരിക്കുകയും മോഡേൺ ലൈഫിലേക്ക് കൊണ്ടുവരികയും വെസ്റ്റേൺ ഡെമോക്രസി നൽകുകയും അതിൽ കൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളൊരു സ്വപ്ന പദ്ധതി എന്ന രീതിയിലാണ് ഈ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. അത് ഈ വാർ ഓൺ ടെറർ എന്നുള്ള ടൂളിലൂടെയാണ് അത് സംഭവിക്കാനും അവർ നടപ്പിലാക്കാനും ശ്രമിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അമേരിക്കയുടെ അവരുടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു രീതിയാണ് ക്രിസ്ത്യൻ ഇവാഞ്ചലിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയോണിസം. ക്രിസ്ത്യൻ ഇവാഞ്ചലിസമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയോണിസമോ ക്രിസ്ത്യൻ ഇവാഞ്ചലിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയോണിസം എന്ന ഈ ചിന്ത അവിടെ ശക്തമാവുകയും അതൊരു മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ അമേരിക്കയുടെ ബുഷിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഭരണകൂടത്തിൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അന്ന് എന്നും കൂടി നമ്മൾ ചേർത്ത് വാക്കണം. ഇങ്ങനെയാണ് പിന്നീട് ഈ ആക്രമണം ഉണ്ടാവുകയും ആ ആക്രമണത്തിൽ സ്വാഭാവികമായും പിന്നീട് നമുക്കെല്ലാവരും അറിയാവുന്നത് പോലെ തന്നെ താലിബാനെ അധികാരത്തിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2001 മുതൽ 2020 വരെ അല്ലെങ്കിൽ 2021 വരെയുള്ള നീണ്ട കാലത്തെ 20 വർഷത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അവർക്ക് താലിബാനെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ആയുധങ്ങളുള്ള അമേരിക്കയ്ക്ക് താലിബാനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും എന്തുകൊണ്ട് അവർ അതിന് ശ്രമിച്ചില്ല എന്നുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതിന് ചില ഉത്തരങ്ങൾ: ഒന്ന്, ഏകദേശം $400 ബില്യൺ അമേരിക്കയ്ക്ക് ഈ അവിടെ അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാളും കൂടുതൽ ആയുധ കച്ചവടത്തിൽ കൂടി അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ലാഭം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ചൈന, പാകിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ, റഷ്യ അടക്കമുള്ള ചുറ്റുപാടുമുള്ള റീജിയണൽ പവറുകളെ, ഗെയിം പ്ലെയറുകളെ, ശക്തികളെ അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യം, സ്ട്രാറ്റജിക് പോയിന്റ് അഫ്ഗാനിസ്ഥാനെ മണ്ണൊരുക്കി കൊടുത്തു എന്നുള്ളതും കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഓപ്പിയം കൃഷി, താലിബാന്റെ കാലത്ത് ഓപ്പിയം വല്ലാണ്ട് ഇല്ലാതാക്കുകയും കച്ചവടം നശിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം താലിബാൻ ചെയ്തിരുന്നു. എന്നാൽ ഈ അമേരിക്ക ചെയ്തത് ഏറ്റവും കൂടുതൽ ഹൈ വോൾട്ടേജിൽ ഓപ്പിയം കൃഷി നടത്തുന്ന ഒരു കാലഘട്ടവും കൂടിയും അത്രത്തോളം ലാഭം അവർക്ക് കൊയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അഫ്ഗാന്റെ മണ്ണ്, അവിടെ ഗ്യാസ് ആവട്ടെ, ഓയിൽ ആവട്ടെ, അവിടുത്തെ മിനറൽ റിസോഴ്സ് ആവട്ടെ, വെള്ളമാവട്ടെ, വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അഫ്ഗാനിൽ മണ്ണിൽ ഉള്ളത് കൊണ്ട് തന്നെ പലവിധ ഹ്യൂമൻ നഷ്ടങ്ങളാവട്ടെ, കാഷ്വാലിറ്റി ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററിക്ക് നേരിടുന്ന പ്രശ്നങ്ങളാവട്ടെ, ഇതിനെല്ലാം അവഗണിച്ചു കൊണ്ട് തന്നെ അവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടി അമേരിക്ക ഈ 20 വർഷം അവിടെ നിൽക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നും കൂടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഈ സമയത്ത് പോലും അമേരിക്ക പൊതുവെ പിൻവാങ്ങുകയും ഇതിൻ്റെ ഉത്തരവാദിത്വം നാറ്റോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നാറ്റോയിൽ തന്നെ അവരുടെ സഖ്യകക്ഷികൾക്കിടയിൽ ആഭ്യന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് സ്വയം മനസ്സിലാവുന്നത്. അതായത് അവർ പറഞ്ഞല്ലോ, അവരുടെ കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് നഷ്ടപ്പെടുക, അമേരിക്കയിലെ ദേശീയ പോളിസിയിൽ മാറ്റം വരിക. ഒബാമയ്ക്ക് ശേഷം ബുഷിൻ്റെ അതേ പോളിസി തന്നെയാണ് ഒബാമ പിന്തുടർന്നെങ്കിൽ പോലും പിന്നീട് ട്രംപ് അധികാരത്തിൽ വരികയും സ്വതവേ കച്ചവടക്കാരനായ ട്രംപ് അയാളുടെ അമേരിക്കൻ ദേശീയതയും വൈറ്റ് സുപ്രീമസിയും പറഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയുടെ പൗരന്മാർ വിവിധ ഭാഗങ്ങളിൽ ആർമികളായി പോയത് തിരിച്ചു
തിരിച്ചു കൊണ്ടുവരും തങ്ങൾ എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തതും കൊണ്ടും കൂടി കച്ചവടവും ഈ പറയുന്ന അയാളുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുക, ജനപ്രീതി വർദ്ധിപ്പിക്കുക എന്ന മാർഗങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യമായി അമേരിക്ക താലിബാനുമായി ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. അങ്ങനെ 2018 ദോഹയിൽ വെച്ച് ചർച്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട് അമേരിക്ക. പിന്നീട് അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് അദ്ദേഹത്തിന് ശേഷം ബൈഡൻ അധികാരത്തിൽ വരികയും ബൈഡൻ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ബൈഡൻ അവസാനം പറഞ്ഞൊരു വർത്തമാനം 2 ദിവസം മുമ്പ് നടന്ന ഒരു പ്രസ്താവനയിൽ ബൈഡൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി എത്ര കാലം നമ്മളുടെ സഹോദരിമാർക്ക്, നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക്, അവരുടെ സഹോദരന്മാരും ആണുങ്ങളും നഷ്ടപ്പെടുന്ന വേദന നമ്മൾ എത്ര കാലം അനുഭവിക്കണം, നിങ്ങൾ അത് അനുഭവിക്കുമോ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് പോലും അതായത് ഫോറിൻ പോളിസി വിഷയത്തിൽ വളരെ വൈകാരികമായി കമൻറ്റ് പറയുന്ന ജോയ് ബൈഡൻ്റെ സമീപനം പോലും വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വർത്തമാനം, നമുക്ക് അഫ്ഗാനെ പുനർനിർമ്മിക്കാൻ, റീബിൽഡ് ചെയ്യാൻ കഴിയുകയില്ല, ഡെമോക്രറ്റൈസേഷൻ്റെ കാര്യത്തിൽ നമുക്ക് പരാജയമാണ്. അതായത് അഫ്ഗാൻ സൊസൈറ്റി അമേരിക്ക ചെയ്യുന്ന എപ്പോഴും ഉള്ളൊരു പരിപാടി ഡീനൈൽ സ്ട്രാറ്റജിയാണ്. അവരിടപെടുന്ന ഭാഗങ്ങളിൽ അവർക്ക് പരാജയം വരികയാണെങ്കിൽ പിന്നീട് അവർ പറയുക ആ നാട് കൊള്ളാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നക്കാരായത് കൊണ്ടല്ല, ഞങ്ങളെ സ്വീകരിക്കാനും ഞങ്ങളുടെ ഡെമോക്രസിയും ഞങ്ങളുടെ നവോത്ഥാനവും ഞങ്ങളുടെ റിഫോമും സ്വീകരിക്കാൻ ആ നാട് സന്നദ്ധമല്ല എന്നതുകൊണ്ടാണ് എന്ന രീതിയിലേക്കാണ് ജോയ് ബൈഡൻ അവസാനത്തെ കമൻറ്റ് അദ്ദേഹം പറഞ്ഞത്. അഫ്ഗാനിൽ ആ ഒരു തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ബാക്കപ്പും കൂടി, ഒരു സാഹചര്യവും കൂടി അഫ്ഗാനിൻ്റെ അധിനിവേശത്തിൽ അമേരിക്ക നേരിടുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഇടയിൽ അവസാനമായി പറയാനുള്ളത്, നേരത്തെ താലിബാനെ കുറിച്ച് ഒരു വർത്തമാനം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് താലിബാൻ, ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നുള്ള താലിബാൻ്റെ ആ എണ്ണം മാത്രമല്ല ഇപ്പോഴും അഫ്ഗാനിസ്ഥാനുള്ളത്. 20 വർഷത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ റൂറൽ ഏരിയകളിലും ഗോത്രവർഗക്കാർക്കിടയിലും ശക്തമായ പ്രവർത്തനം നടത്തി എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് അവർക്ക് കൂടുതൽ ആദ്യം രക്തരൂക്ഷിത കലാപങ്ങളിലൂടെയും പിടിച്ചടക്കലിലൂടെയും കഴിഞ്ഞെങ്കിലും പിന്നീടുള്ള അവരുടെ അവസാന 2-3 മാസം മുമ്പുള്ള നീക്കങ്ങളിലെല്ലാം രക്തരഹിത പിടിച്ചടക്കലുകളായിരുന്നു. കാരണം അവരുടെ അധികാരം അംഗീകരിക്കുന്ന തരത്തിലേക്ക് അഫ്ഗാനിസ്ഥാനിലെ വിവിധ ഗോത്രവർഗക്കാരും ഈ ലോയ ജിർഗ എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ പ്രധാന ഗ്രാമസഭയിലെ നേതാക്കന്മാർ പോലും അംഗീകരിച്ചതിൻ്റെ ബാക്കി പത്രവും കൂടിയാണ്. അതായത് അവർക്ക് പോപ്പുലാരിറ്റി ജനങ്ങൾക്കിടയിൽ കിട്ടി എന്നുള്ളതും കൂടിയാണ്. പിന്നെ ആയുധത്തിൻ്റെ കഥ എന്ന് പറയുന്നത്, ഈ 20 വർഷവും ഉൾഭാഗങ്ങളിൽ അമേരിക്കൻ സൈന്യത്തെ അറ്റാക്ക് ചെയ്യുകയും അവരുടെ ആയുധ സാമഗ്രികൾ പിടിച്ചെടുക്കുകയും അമേരിക്കയുടെ സഹായത്തോടുകൂടി ട്രെയിൻ ചെയ്യുന്ന അഫ്ഗാനി പോലീസ് സ്റ്റേഷനും മിലിറ്ററി ക്യാമ്പുകളും പിടിച്ചെടുക്കുകയും ഈ പിടിച്ചെടുക്കുക, അതിനെ അവർ ഗനീമത്ത് എന്ന ഒരു ഇസ്ലാമിക് ടെർമിനോളജി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ പിടിച്ചെടുക്കലിലൂടെയാണ് താലിബാൻ ഒരു ആയുധ ശക്തിയായും കൂടി വളരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയുധശക്തിയായി വളർന്നത് കൊണ്ട് തന്നെയാണ് അമേരിക്ക പെട്ടെന്ന് അവരോടൊരു സൈനിക പിൻവലിക്കൽ നടത്തുകയും അവരോട് ചർച്ചയ്ക്ക് പോലും തയ്യാറാണ്. അതായത് താലിബാൻ അത്രത്തോളം ദുർബലമല്ല എന്ന് അമേരിക്കയ്ക്ക് പോലും മനസ്സിലായതുകൊണ്ടും, അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, അമേരിക്കയുടെയും നാറ്റോയുടെയും അടക്കം വിവിധ ശക്തികളുടെ ട്രെയിനിങ് ലഭിച്ച അഫ്ഗാനി പോലീസും പട്ടാളവും പോലും ഈ താലിബാന്റെ വരവിൽ സറണ്ടർ ചെയ്യുകയാണ് ചെയ്തത്. അത്രത്തോളം ഒരു പവർഫുള്ളായി മാറിയത് ഉൾഭാഗങ്ങളിലെയും ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം USSRനെതിരെ അഫ്ഗാനികൾ പോരാടിയത് ജിഹാദ് എന്നുള്ള വികാരത്തിലാണ്. കാരണം USSR വൈദേശിക ശക്തിയാണ്. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ സൈന്യത്തെയും നാറ്റോയുടെ സൈന്യത്തെയും അഫ്ഗാനികൾ കണ്ടത് അത് വൈദേശികരാണ്. അമേരിക്കയെ പണ്ട് മുതലേ മുസ്ലിം ലോകം തന്നെ ഒരു മുതലാളിത്ത ശക്തി, അധിനിവേശ ശക്തി, ഇസ്ലാം വിരുദ്ധത എന്ന പോയിന്റിൽ കാണുന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ പൊതുജനങ്ങൾക്കിടയിൽ ആ ഒരു വികാരം ഉണ്ടാവുകയും ആ വികാരത്തെ താലിബാന് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നതും കൂടിയാണ് അവരുടെ ഈ വളർച്ചയുടെ പ്രധാന കാരണങ്ങളായി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും.